കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ LDF സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നടപടികൾക്കെതിരെ പ്രതിഷേധ ധർണ നടത്തി. ജില്ലാ ലോട്ടറി ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരുടെ ഉപജീവനമാർഗമായ ലോട്ടറി മേഖലയിൽ പോലും സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നതെന്നും ലോട്ടറി തൊഴിലാളികൾക്കുള്ള മതിയായ പരിഗണനയും സഹായങ്ങളും സർക്കാർ നൽകണമെന്നും അദ്ദേഹം ഉദ്ഘാടനവേളയിൽ പറഞ്ഞു. തൊഴിലാളികൾക്കും പെൻഷൻ കൊടുത്തിട്ടില്ല. ലോട്ടറി പ്രത്യേകിച്ച് ഈ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവരാണ്, അവർക്ക് പോലും പെൻഷൻ കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഈ ഖജനാവിലേക്ക് നമ്മൾ നികുതിയായി കൊടുക്കുന്ന പണം ആരുടെ കൈകളിലേക്ക് പോകുന്നു? ഇവരത് എന്തു ചെയ്യുന്നു? കഴിഞ്ഞ മുമ്പിലത്തെ ബഡ്ജറ്റ് വന്നപ്പോൾ ധനകാര്യമന്ത്രി പറഞ്ഞത് പെട്രോളിനും ഡീസലിനും 2% സെസ് ഏർപ്പെടുത്തുന്നു. അത് കേരളത്തിലെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയാണ് എന്നാണ് പറഞ്ഞത്. എന്നിട്ട് സെസ് പിരിക്കുന്നുണ്ട്, ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല. അതിനൊന്നും ഈ സർക്കാരിന് മറുപടിയില്ല, ധനകാര്യമന്ത്രിക്ക് മറുപടിയില്ല. ലോട്ടറി നേരിട്ട് നിയന്ത്രിക്കുന്നത് ധനകാര്യ വകുപ്പിന്റെ കീഴിലാണ്. ധനകാര്യമന്ത്രിക്ക് ലോട്ടറിയെ കുറിച്ചൊരു ചുക്കും ചുണ്ണാമും അറിയത്തില്ല. കുറെ കള്ളന്മാരായ ഉദ്യോഗസ്ഥന്മാരെ ലോട്ടറി ഡയറക്ടറേറ്റിൽ NGO യൂണിയന്റെ മാത്രം ശുപാർശയുടെ അടിസ്ഥാനത്തിൽ പാർട്ടിക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത കുറെ ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ടുള്ള ഭരണം ലോട്ടറി വകുപ്പിലും ലോട്ടറി ഡയറക്ടറേറ്റിലും ജില്ലാ ആസ്ഥാനങ്ങളിലും ക്ഷേമനിധി ബോർഡുകളിലും നടക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് KC പ്രീത് അധ്യക്ഷനായി. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രീത മുഖ്യപ്രഭാഷണം നടത്തി. ശിവരാമകൃഷ്ണൻ, മധുസൂദനൻ, ഹരിദാസ്, രാജകുമാർ, ഹക്കീം തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.